അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ സെസ്കോ വീഴുന്നത് കാണിച്ചിട്ടാണ് അത് തുടങ്ങുന്നത്. അപ്പം തന്നെ ഓൻ്റെ ഈ ജാക്കറ്റൊക്കെ മറ്റേ സ്യൂട്ട് മെറ്റീരിയൽ വെച്ചായിരുന്നു ഉണ്ടാക്കിയത്. ഒക്ടോടെക് മെറ്റീരിയൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് ഒക്ടോടെക് അതിനകത്ത് ഫിക്സ് ചെയ്തിട്ടൊരു സൂപ്പർ ഹീറോൻ്റെ സൂട്ട് പോലെ ഒരു സൂട്ട് ഉണ്ടാക്കി. എന്നിട്ട് ആ സൂട്ടിൽ ഫസ്റ്റ് മാസ്ക് ഇല്ലായിരുന്നു, പിന്നെ മാസ്ക് വെച്ചു. ഇതായിട്ട് ഒരു നാനോടെക്കിനെ പോലെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു മാസ്ക് വെച്ചു. അന്നേരം വീഴുന്നതിന് അങ്ങനെ രക്ഷപ്പെട്ടു. എന്ന് വെച്ചാൽ എൻ്റെ കാലിൻ്റെ അവിടെ ഫാൻ പോലെ ആ സാധനം പ്രവർത്തിച്ചിട്ട് അങ്ങനെ താഴോട്ട് ഇറങ്ങി കിട്ടി. അപ്പം ബാക്കി പേര് വീഴുന്നുണ്ടല്ലോ. അപ്പം പെട്ടെന്ന് ക്വിക്കായിട്ട് ഓരോ കാറ് താഴെ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് മറ്റേ ലൈഫ് സേവിങ് ഇതുണ്ടാവില്ലേ, വാട്ട് യു ക്യാൻ സേ, ബാഗ്, എയർ ബാഗ്. അപ്പോൾ എയർ ബാഗ് ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ എയർ ബാഗിൻ്റെ ഇത് ഓനൊരു ട്രംബലിയും പോലെ ആക്കാൻ വിചാരിച്ചു. അപ്പോൾ ഓൻ്റെ ഒക്ടോടെക്ക് ഓരോ ഭാഗത്ത് വെച്ചു. എന്നിട്ട് അത് വെച്ച് ഫുൾ കവർ ചെയ്തു, ഒരു ഭാഗം ഓനും പിടിച്ച്. അപ്പോൾ അങ്ങനെ ഒരു ഏരിയയിലേക്ക് അത് വന്നു. അത് ഒരേ സേവ് ചെയ്തു. പിന്നെ ആ വീഡിയോ കാണിച്ച ഒരേ ഡബ്ബീസ് ഇത് സിമെൻറ്റ് മെറ്റീരിയൽസ് ഇല്ല കേട്ടോ, ജസ്റ്റ് ഗ്ലാസ് മാത്രം. ഗ്ലാസ്സാണ് ഫ്ലോട്ട് ചെയ്യിപ്പിച്ചിരുന്നത്. അങ്ങനെ നേരെ മേലോട്ട് പറഞ്ഞു. അപ്പോൾ ഹെവനും പിന്നെ ജാക്കും ആഡൊക്കെ ഇങ്ങനെ താഴോട്ട് പോയി നിൽക്കുകയാണ് നമ്മുടെ ലിഫ്റ്റിൽ. അപ്പോൾ നിങ്ങൾ ഈ സാധനമൊക്കെ നിങ്ങൾ തന്നെ എടുത്ത് പറഞ്ഞിട്ട് ഓൻ്റെ മാസ്ക് ജസ്റ്റ് ആ ഒരു ഭാഗത്ത് മാത്രം മോമെൻ്റ് കാണിക്കുക. പക്ഷെ മറ്റോനും ഇങ്ങനെ വെടിവെക്കുന്നുണ്ട്. എന്നാൽ മറ്റേ ആ ഗ്യാങ്ങിനെ തിരിച്ച് വെടിവെക്കുകയാണ്. അപ്പോൾ ബുബറ്റിനെ പൊട്ടിച്ചുകൊണ്ടാണ് മറ്റേ ബുബറ്റ് പോയി ഓൻ്റെ സൂട്ടിലേക്ക്. ഓൻ്റെ ബുബറ്റ് പ്രൂഫ് സൂട്ടാണ്, അത് പൊട്ടുക തന്നെ ചെയ്ത്. അപ്പോൾ ഓന് ഇവിടെ നിൽക്കുന്നത് ശരിയല്ല മനസ്സിലായിട്ട് ഓന് ഓടാൻ തുടങ്ങുകയാണ്. ബാക്കി പോലെ ഒറ്റോടൊക്കെ വെച്ച് ആ ബിൽഡിങ്ങിനെ മാഗ്നറ്റിക് പാർട്ടിലേക്ക്, എന്ന് വെച്ചാൽ ഇരുമ്പ് പാർട്ടിലേക്ക് മാഗ്നറ്റിൻ്റെ പോലെ പ്രവർത്തിച്ച് അത് വെച്ചു. ഓക്കെ, അങ്ങനെ ഇതാക്കിയിട്ട് ഒരു പോലീസിനെ ഏൽപ്പിച്ചു. പക്ഷേ ഓന എൻ്റെ ഇടയ്ക്ക് ഒക്ടോടെക്കിൻ്റെ പകരം വേറെ സാധനം വെച്ച് വിപ്രസ് ചെയ്തിരുന്നത് ഓരോ ഒട്ടിച്ചത്. അപ്പോൾ ഇതെന്താ സംഭവിച്ച പോലീസിന് മനസ്സിലായി. ഒരു ബ്ലാക്ക് സ്യൂട്ട് ഉപയോഗിക്കുന്ന ഒരാൾ വന്നിട്ട് രക്ഷിച്ചെന്ന ആൾക്കാർ പറയുന്നത്. അപ്പോൾ സെസ്കോ ആണെന്ന് ആഡത്തിനും ജാക്കിനും ഹെവനും മാത്രമേ അറിയൂ. പിന്നെ അവൻ താഴെ വീഴുന്നതിൻ്റെ ഇടയ്ക്ക് സ്യൂട്ടാവുന്ന ആരെയും കണ്ടിക്കുകയോ അറിയില്ല. ഒരു പെട്ടെന്ന് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതങ്ങനെ കാണിക്കുന്നുമില്ല ഇതിനകത്ത്. ഓക്കെ, അങ്ങനെ സെസ്കോൻ്റെ വീട്ടിലെത്താണ്. തിരിച്ച് ഓൻ്റെ കാപ്പൊക്കെ എടുത്ത് വാങ്ങി. അപ്പോൾ ഇതൊന്ന് നന്നാക്കാണ്ട് എൻ്റെ അതൊന്ന് ബാഗ് അതൊക്കെ ഒന്ന് സെറ്റാക്കിയൊക്കെ പറഞ്ഞിട്ട് കാവ് എൻ്റെ അസിസ്റ്റൻറ്റിന് കൊടുക്കുകയാണ്. വിച്ച് മീൻസ് ലെസ്കോന് കൊടുക്കുകയാണ്. അപ്പോൾ ലെസ്കോ ഇത് കുറച്ച് പണിയാവുമല്ലോ, മറ്റേ നമ്മളെ ഒക്ടോടെക്ക് ഒക്കെ വെച്ച് ഡെവലപ്പ് ചെയ്യാൻ കാവില്ലേ, അത് പുറത്തിറക്കിയാൽ വിചാരിക്കുക. അല്ല, അതിപ്പം ടെസ്റ്റിങ്ങിനല്ലേ. ഓൾമോസ്റ്റ് ടെസ്റ്റിങ് കഴിഞ്ഞു മിസ്റ്റർ പീറ്റർസൺ പറഞ്ഞിട്ടുണ്ട്. പീറ്റർസൺ പറഞ്ഞോ, എന്താ നോക്കാലോ എന്ന് പറയാണ്. അല്ല, ഈ സൂട്ടിട്ട പണിയാവുമോ ഇനി, പോലീസ് എന്നെ കണ്ട് പണിയാവുമോ എന്ന് ലെസ്കോനോട് ചോദിക്കുന്നുണ്ട്. പറയാൻ പറ്റൂല. അല്ല, ഇജ എവിടെ പോയതായിരുന്നു ആ ബ്ലാസ്റ്റിങ്ങിൻ്റെ ടൈമിൽ? അതോ ഞാനില്ലേ അങ്ങനെ കറക്റ്റായിട്ട് പറയുന്നില്ല. ഇപ്പോൾ സെസ്കോനോട് തൊട്ടാണ് ഇവനെങ്ങാനാണോ ഞാൻ അവിടെ ഉണ്ടെന്ന് എനിമിക്ക് വെട്ടി കൊടുത്തതെന്ന് സെസ്കോനോട് തൊട്ടാണ്. അപ്പം തന്നെ ഇവൻ ലെസ്കോ പറയുന്നുണ്ട്, അല്ല ഞാൻ അങ്ങനെ ചെയ്തിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിന് ഞാൻ ഇപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ സെസ്കോ ചോദിക്കുക. അല്ല, നിങ്ങൾ എന്താ ഇപ്പം ചിന്തിച്ചാൽ ഞാൻ ഗസ് ചെയ്ത്. എന്തെങ്കിലും ഇത് എവിടെയായാലും അതില്ലേ എൻ്റെ ഒരു ഫ്രണ്ട് വന്നു, അപ്പോൾ അത് ഓനെ കാണാൻ പോയതാണ്. അല്ല, അതിനെന്തിനാ നേരത്തെ പമ്പി അടിച്ച് ചോദിക്കുകയാണ് സെസ്കോ. അപ്പോൾ സെസ്കോ പറയാണ്, ബോസ് നിങ്ങളെ ഒരു സ്ട്രിക്റ്റായിട്ട് റൂമല്ലേ, എന്നുവെച്ചാൽ ആവശ്യമുള്ള ടൈമിൽ ഇപ്പോൾ അവിടെ ഉണ്ടാവണമെന്ന്. അപ്പോൾ ഒഫീഷ്യലി ഞാൻ ബ്രേക്ക് ചെയ്തല്ലോ, അപ്പം ഞാൻ ഫയർഡ് ആവുമല്ലോ. അപ്പം അത് ഇപ്പോൾ വേണ്ടിയിരിക്കുക, ടെർമിനേഷൻ വരാണ്ടിരിക്കാനായിരുന്നു. ഇനിയിപ്പോൾ ടെർമിനേറ്റ് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ഇപ്പം നിലവിൽ ടെർമിനേറ്റ് ചെയ്യുന്നില്ല. എന്നാലും ഇത് പുറത്ത് പോകൊണ്ട് കാറിൻ്റെ കീ കിട്ടിയല്ലോ ആ ടൈമിൽ. അപ്പോഴാണ് ഒരു സീൻ കാണിക്കുന്നത്. ലെസ്കോ താഴെ ഇറങ്ങിയപ്പോൾ കാറിൻ്റെ കീ കൊണ്ടുപോയിട്ടില്ല. അപ്പോഴാണ് ലെസ്കോ അടിയിൽ നിന്ന് വന്ന് ആ കീ കൊടുക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുന്നത് അവിടെ താഴെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഫ്രണ്ടിനോട് ചോദിക്കാനുള്ളതാണ്. ഓക്കെ, പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് സെസ്കോ മിസ്റ്റർ പീറ്റർസനെ കാണാൻ പോവുകയാണ്. അപ്പോൾ ലെസ്കോ ചോദിക്കുന്നുണ്ട്, അല്ല ഷൂട്ട് ഇതാക്കുന്നില്ലേ, അല്ല ഇത് ഒരിതിന് മാവ് എന്ന് പറഞ്ഞിട്ട് അത് തിരിച്ചാൽ ഷീറ്റ് പോലെ ട്രാൻസ്ഫോം ചെയ്യാണ്. അവൻ്റെ ജാക്കറ്റ് മാത്രമേ പോകും, എന്നാൽ ഷീറ്റ് എടുത്ത് വയ്ക്കാൻ പറയുകയാണ്. അപ്പോൾ അത് അവൻ്റെ നിലവിലെ കാവിൻ്റെ പോലെയാണ് എടുത്ത് വയ്ക്കുന്നത്. അന്നേരം അതെന്താ അങ്ങനെ എടുത്ത് വയ്ക്കുന്നത് ലെസ്കോ വയ്ക്കുന്നുണ്ട്. സെസ്കോ തന്നെ കേട്ടോ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ മിസ്റ്റർ ലെസ്കോ, സംഭവം എന്താ വെച്ചാൽ ഇത് ഇതിൻ്റെ ഉപരി എന്തായാലും എടുത്ത് വെച്ചാൽ ആരും അറിയാൻ പോകുന്നില്ല. ഇനി അഥവാ എന്നെ ഇപ്പോൾ പോലീസുകാർ ഐഡൻറ്റിഫൈ ചെയ്താലും ആ ഒരു ഇതിന് അപ്പോൾ ഇത് എവിഡൻസ് വേണ്ട വിചാരിച്ചിട്ടാ എന്ന് സെസ്കോ പറയാണ്. അപ്പോൾ പീറ്റർസൺ ഇങ്ങനത്തെ ഇത് ഉണ്ടാക്കുന്നത് പോലീസിന് കണ്ടുപിടിച്ചൂടെ? ഏയ്, കാരണം ഇത് ഇല്ലീഗലി അല്ലല്ലോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ഗവൺമെൻറ്റിന് ഇതിലേക്ക് ആ ടെക്നോളജിക്ക് അപ്രൂവ് ചെയ്തിട്ടില്ല. അത് അപ്പോൾ അതങ്ങനെ ഇതാക്കണമെങ്കിൽ ലീഗലായിട്ട് ഇപ്പോൾ അതൊന്നും വരില്ല എന്ന് വിചാരിക്കാൻ പറയാണ്. അപ്പോൾ സെസ്കോ പറയുന്നുണ്ട്, അല്ല ഇന്ന് ചെയ്ത ആളല്ലേ ട്രാക്ക് ചെയ്യാൻ ഓൾമോസ്റ്റ് എത്ര ദിവസം എടുക്കും ചോദിക്കുകയാണ്. അത് ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് സെസ്കോ പറയുകയാണ്. അങ്ങനെ സെസ്കോ ആ ഒരു മീറ്റിങ്ങിന് പോവുകയാണ് വിത്ത് മിസ്റ്റർ പീറ്റർസൺ. ഓക്കെ, അപ്പോൾ മിസ്റ്റർ പീറ്റർസൺ സെസ്കോനെ അടുത്ത് വന്ന് പറയാണ്, ഹായ് മിസ്റ്റർ സെസ്കോ ഡിമൈവേ ബോസ്, നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റം കാവിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. പക്ഷേ ഇതുവരെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് തന്നെ പോകും. അപ്പോൾ യൂസേജ് എങ്ങനെ ഇപ്പം പറഞ്ഞിട്ട് ഇതാക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് സെസ്കോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാവ് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം പറ്റൂല ബോസ്, ബിക്കോസ് ഇറ്റ്സ് നീഡ് ടു ബി പെയിൻറ്റഡ് എ ഡിഫറെൻറ്റ് കളർ. അപ്പോൾ സെസ്കോ ചോദിക്കുകയാണ്, അല്ല ഡിഫറെൻറ്റ് കളർ ചെയ്യുന്നതിന് ഞാൻ ഇപ്പോൾ വന്നാലെന്താ കുഴപ്പം? അല്ല എന്ന് വെച്ചാൽ ഈ പാർട്ടിക്ക് എല്ലാ ഭാഗത്തേക്കും ഷിഫ്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ഈ അപ്റ്റോടെക്കിനെ കവർ ചെയ്യാൻ വരെ കുറച്ച് പാടാണ്. ഇതിപ്പം ബ്ലാക്ക് മെറ്റീരിയൽസ് വെച്ചുണ്ടാക്കിക്കൊണ്ടാണ് ഇത്. പക്ഷേ ഓറഞ്ച് മെറ്റീരിയൽസ് ആർ നോട്ട് ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, എന്തെങ്കിലും ആയിട്ട് കാണാമെന്ന് പറയാണ്. അപ്പം ലെസ്കോ അത് നോക്കിയിട്ട് ലെസ്കോൻ്റെ അടുത്ത് വന്ന് പറയാണ്, അതിപ്പോൾ ഒരു വീക്ക് ലോങ് ആവും, എ വീക്ക് ലോങ് എന്ന് പറയാണ്. അതോടെ സെസ്കോ എ വീക്ക് ലോങ് ജേർണി പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ കാണിക്കുകയാണ്. അതോടെ ആ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് നമ്മളെ ഹെവനെയും ജാക്കിനെയും ഏതത്തിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഹെവൻ പറയാണ്, ഐ വാസ് ടെറിഫൈഡ് വെൻ ദി അറ്റാക്ക് സ്റ്റാർട്ട്. അത്ര പേടിച്ചോ എന്ന് ചോദിക്കുകയാണ്. അല്ല അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് വിചാരിച്ചില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നില്ലേ. അത് ശരിയാണെന്ന് ജാക്കും പറയുന്നുണ്ട്. അല്ല ഇച്ചെന്താ മിണ്ടാണ്ടിരിക്കുന്നത്? അറ്റാക്കിന് ഫുള്ളും പേടിച്ച് മിണ്ടാണ്ടായി പോയോ എന്ന് ചോദിക്കുകയാണ്. അതല്ല ബോസ്, ഞാൻ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ അറ്റാക്ക് ചെയ്തത് നമ്മളെ ഇതാക്കുന്ന ആവോ അല്ലെങ്കിൽ ബാക്കി എന്ത് എന്ന് ജാക്ക് ചോദിക്കുക. അത് ഏടൻ പറയണ അല്ലെങ്കിൽ പറയുന്നത് നിർത്താണ്ട് കാര്യം പറയാമെന്ന് ജാക്ക്. മിസ്റ്റർ ജാക്ക് തോക്ക് കീറി പിടിക്കല്ലേ എന്ന് ആഡവും പറയുന്നുണ്ട്. അപ്പോൾ ആഡം പറയാൻ തുടങ്ങുകയാണ്, അതിപ്പോൾ സെസ്കോനെ അറ്റാക്ക് ചെയ്യാൻ വന്ന ആവാൻ ചാൻസ് ഉണ്ട്, പക്ഷേ നമ്മളവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈ അന്വേഷിക്കുന്ന കേസത്തെ ഒരാവായിക്കൂടായികയില്ലല്ലോ. അപ്പോൾ ഹെവൻ പറയാണ്, ദാറ്റ്സ് എ ഇക്വേഷനോ അതെങ്ങനെയാണ് ജാക്ക് ചോദിക്കുക. അല്ല നമ്മളിപ്പോൾ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നതായിട്ടാണല്ലോ കമ്പയർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ സോൾവിങ്ങിൽ ഒരു സ്റ്റെപ്പായിട്ട് തന്നെയാണ് ആഡം പറഞ്ഞത് എന്നാണ് ഹെവൻ പറയുന്നത്. ഫിലോസഫർ, താങ്ക് യുടാ ഈ പോയിന്റ് പറഞ്ഞു തന്നതിന്. കറിയാക്കൊന്നും വേണ്ട, അത് ഈ ഒരു ഇതൊന്നും നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ ആഡം, അന്നേരം ഇതിനെക്കുറിച്ച് എല്ലാതും സെർച്ച് ചെയ്യും. എന്തെങ്കിലും ഒരു അറ്റാക്ക് ചെയ്ത് എന്തെങ്കിലും സാധനം ഓർമ്മയുണ്ട് അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുന്ന പറയാം. എനിക്കെങ്ങനെ ഓർമ്മ ഉണ്ടാകാൻ? ഞാൻ ഇവിടെ സെസ്കോനോട് ഒരു കാര്യം ചോദിക്കാൻ വരികയാണ്, ആ സാധനം എന്താ? അപ്പം തന്നെ ആ സാധനം ഉപയോഗിക്കേണ്ടി വന്നല്ലോ. പിന്നെ ഞാൻ അതിനകത്ത് മാത്രം ശ്രദ്ധിച്ചിട്ട് പോകും. അല്ല പറഞ്ഞ പോലെ ഈ സാധനം നമുക്ക് വേണ്ടി തന്നതല്ലേ, ഇപ്പോൾ നീ ഇത് നമ്മളിവിടെ എടുക്കാൻ തന്നെയല്ലേ പറഞ്ഞേ? ശരിയാണല്ലോ, ഈ സാധനം നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കാം. അപ്പം ഇതിൻ്റെ ലെഗോ പോലത്തെ മറ്റേ ബിബിസ്ക്യൂ പോലത്തെ സാധനമല്ലേ ഹെവൻ, നീ എന്തായാലും ബിബിസ്ക്യൂ
ബുബിറ്റ്സ് സോൾവിങ്ങിൻ്റെ ആവല്ലേ, നീ ഒന്ന് യൂട്യൂബ് നോക്കി ഇത് വെച്ച് വേണ്ട പാറ്റേൺസ് പഠിച്ചേക്ക് അറിയാം. ഏയ് ജാക്ക് ഇങ്ങനത്തെ പണിയൊന്നും തരല്ലേ എന്ന് ഹെവൻ പറയുന്നുണ്ട്. എന്തായാലും നീ അത് ചെയ്യുക അറിയാണ് ജാക്ക്. എന്തായാലും ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഹെവനും പോയി. അപ്പല്ലേ എസ് ഡി മാനെ കുറവായിനല്ലേ, എസ് ഡി മാനെ ഒന്ന് ജാക്കി വെക്കുക. അല്ല സെസ്കോ ഡിമോബിയമ്മൻ, അല്ല അതൊന്ന് ഷോർട്ടാക്കി പറഞ്ഞല്ല, ഓനൊരു സൂപ്പർ ഹീറോ പോയ ആയല്ലോ. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു. അത് ശരിയാ, ഇത് വെച്ച് കോട്ടിലേക്ക് ഇതാക്കാൻ പറ്റുകയാണെങ്കിൽ അത് സൂപ്പർ. പക്ഷെ അതിന് പറ്റിയ ജാക്കറ്റ് വേണം ഒരു സാറ്, അത് വാങ്ങാൻ കുറച്ച് പാടാന്ന് പറയാണ്. അങ്ങനെ ഇതിനെക്കുറിച്ച് ന്യൂസ് ഇട്ട് നോക്കുകയാണ്. ഒരു ഒക്ടോടെക്കിൻ്റെ പീസ് ന്യൂസുകാർക്ക് കിട്ടിയിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ എന്തോ ഒരു സാധനം കിട്ടിയിരുന്നു. പക്ഷേ ഏതോ ഒരു ഓറഞ്ച് ഷർട്ടിലൊക്കെ ചങ്ങായി വന്നിട്ട് ഓരെയൊക്കെ തല്ലിയിട്ട് അത് മോഷ്ടിച്ചുകൊണ്ടുപോയി എന്ന് പറയാണ്. അത് സസ്കോ ആണോ? അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് കാണിക്കുന്നുണ്ട്, പക്ഷെ മുഖമൊന്നും കാണുന്നില്ല. പക്ഷെ ആ ബോഡി കണ്ട് സസ്കോ അല്ല എന്ന് പറയാണ്. അതോടെ ഈ വീഡിയോ നിൽക്കുക. ಸಾರಿಯ ಪಶುವೀರ ಸಿಂಗಮ ಕಮ್ಮನ್ ಬನ್ನಲಿ ಪೋಗುಮ ಕೋಟ ನೀಯರ ಮನುಷಿ ಸೆದ್ದ ಬಾಸ್ ಇನ್ ದ ಬಾಸ್ ಇಲ್ಲ ಯಾನಿಯರ